ആൾക്ക് വിവരമില്ലേ, വിദ്യാഭ്യാസമില്ലേ, ചുമ്മാ ഓരോ വിവരക്കേടായിട്ട് ഓരോന്ന് ഇറങ്ങി ചുമ്മാ. ഈ എക്സ്ട്രാ മാരിറ്റൽ അഫെയറിന്റെ സൈക്കോളജി എന്താണെന്നറിയോ? ചില ആളുകളൊക്കെ എനിക്ക് തോന്നുന്നു അവരുടെ കമന്റ്സ് കണ്ട സമയത്ത് എനിക്ക് തോന്നിയത് ഇന്ന് തന്നെ ചെന്നൈക്ക് വണ്ടി പിടിച്ച് പോയിട്ടുണ്ടാവും വിജയ് അണ്ണനെ പറഞ്ഞ് തിരുത്തി വീട്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി. ഇവിടെ വിജയ് അണ്ണന്റെ പ്രശ്നം തീർക്കാനും നമ്മുടെ തൃഷ ചേച്ചിയുടെ പ്രശ്നം തീർക്കാനും ജയൻ രവിയുടെ കുടുംബത്തിലെ പ്രശ്നം തീർക്കാനും നിനക്കൊന്നും ഒരു ഉളുപ്പുമാനോ ഒന്നും ഇല്ലേ എന്റെ പൊന്നു ചേട്ടാ? ഞാൻ അറിയാൻ വയ്യത്തോണ്ട് ചോദിക്കുക കേട്ടോ. ഞാൻ നിങ്ങളുടെ വീഡിയോസ് ഇരുന്ന് ഫുള്ള് കാണുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ വർത്തമാനം കേട്ട് കഴിഞ്ഞാൽ അതിനകത്ത് എന്നെ പറഞ്ഞിട്ടൊന്നുമില്ല, റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന എല്ലാവരെയും നിങ്ങൾ ഒരുമാതിരി ആക്കി സംസാരിക്കുന്ന രീതി ആദ്യം സ്വയം പെർഫെക്റ്റ് ആവണമെന്ന് ചിന്തിക്കുന്നത് നല്ലതല്ലേ സുഹൃത്തെ? നിൽക്കി ഒരു വീഡിയോ വെച്ച് തരാം, നിൽക്കി. ജയൻ രവി എന്നൊക്കെ നമ്മൾ മുന്നേ വിളിച്ചിരുന്ന, ഇപ്പോൾ തന്നെ രവിമോഹൻ എന്ന് വിളിച്ചാൽ മതി എന്നൊക്കെ കൂടെ പറയുന്ന നടനെ കുറിച്ചിട്ടാണ്. അദ്ദേഹത്തിന്റെ ഒരു പ്രസ് കോൺഫറൻസ് ഇന്നലെ കാണാനായിട്ട് ഇടയായി. സാധാരണയായിട്ട് ഇത്തരത്തിലുള്ള പ്രസ് കോൺഫറൻസുകളൊന്നും അങ്ങനെ കണ്ട് മുഴുമിപ്പിക്കാറില്ല. എന്നാൽ ഇത് കണ്ടു തുടങ്ങിയപ്പോഴത്തേക്ക് നിർത്താനായിട്ട് പറ്റിയില്ല. അത്രയധികം ജെന്യുവൻ ആയിട്ട് വളരെ ഇമോഷണൽ ആയിട്ട് അദ്ദേഹം ചില കാര്യങ്ങൾ പറയുകയാണ്. ഈ ഒരു കാലഘട്ടത്തിൽ എസ്പെഷ്യലി കണ്ടല്ലോ, ജയൻ രവിയുടെ ജെന്യുവൻ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത്. ഈ പറയുന്ന അഖിലിന്റെ വിഷയത്തിൽ ഞങ്ങൾ സോഷ്യൽ മീഡിയ ഇതിനെക്കുറിച്ച് സംസാരിച്ചാണോ ഇത്രയും വലിയ കുഴപ്പമായത്? തനിക്ക് നാണോ മാനോ ഉളുപ്പില്ല. ആദ്യം ഒരു സ്റ്റാൻഡ് വേണം, ഉറപ്പെന്ന് പറഞ്ഞൊരു സാധനം വേണം. തനിക്കത് ഇല്ലാത്തതുകൊണ്ടാണ് താൻ 2 വെള്ളത്തിൽ ചാടി കളിക്കുന്നത്. 3, 4, 5 ഒക്കെ ചാനൽ ഉണ്ടാക്കിയല്ലോ, റിയാക്ഷൻ വീഡിയോ ചെയ്തപ്പോൾ മാത്രം പച്ച പിടിച്ചു. ഞാൻ അങ്ങനെ പറയത്തുള്ളൂ മനുഷ്യ. ഇവിടെ ഒരു ഉളുപ്പെന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. തനിക്ക് അതും ഇല്ലാത്തൊരു വ്യക്തി. ഈ പറയുന്നത് ഞാൻ പോലും എടുക്കാത്തതിന്റെ കോണ്ടന്റ് ഒക്കെയാണ് ഈ പുള്ളി എടുത്ത് ചെയ്തിരിക്കുന്നത്. അബീദത്തിന്റെ അതിന്റെ ഒളിച്ചോട്ടത്തിന് ഭാര്യയ്ക്ക് വേണ്ടാത്ത കഥകളൊക്കെ ഒന്ന് കേൾക്ക് നിങ്ങൾ. സിനിമാ ലോകത്തിലൊക്കെ ഇങ്ങനെ ഇന്നസെന്റ് ആയിട്ടുള്ള ഒരാൾ എങ്ങനെ പിടിച്ചു നിന്ന് പോകും എന്നൊക്കെ ആലോചിച്ച് പോയി. അത്രയധികം ജെനുവിൻ ആയിട്ട് താൻ ഇത്രയധികം ആളുകൾക്ക് മുൻപിൽ, ഒരു പ്രസിന് മുൻപിൽ, അല്ലെങ്കിൽ ഇത്രയധികം ഒരു മാസ് ഓഡിയൻസിലേക്ക് പോകുന്ന ഒരു കണ്ടന്റിന് വേണ്ടിയാണ് ഇത് പറയുന്നതെന്നൊന്നും പുള്ളി അങ്ങ് വിചാരിക്കുന്നില്ല. മൊത്തം അങ്ങോട്ട് ഓപ്പൺ ആയിട്ട് പറയുകയാണ്. വിഷമങ്ങളാണ്. ഭയങ്കര 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 ഭയങ്കരം. അമിച്ചന്റെ പൊന്ന ആശാനെ നമിച്ചതേണ്ടേ. ജയൻ രവിയുടെയാണ് ആണുങ്ങൾ പാവമായാൽ ജെയിം ടി വി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു പോസ്റ്റാണ് തേണ്ടേ. അവീതങ്ങൾ ഇത് ചതി, എന്തുവാ ഇതിന് മാപ്പില്ല, അങ്ങനെ ഒരു പോസ്റ്റ് നിങ്ങൾ കണ്ടല്ലോ. ഇതൊക്കെ ചെയ്ത് ഒരുത്തം വന്നിട്ടാണ് ഞങ്ങളെയൊക്കെ എടുത്തിട്ട് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ തനിക്ക് നാണം ഉണ്ടോ? താനീ പറഞ്ഞല്ലോ മറ്റുള്ള കുടുംബത്തിൻ്റെ അടുത്ത് വിൽക്കില്ലെന്ന് പറയുന്നത്. ഇതാണ് ജിനൂസ്, തനിക്കെതിരെ ഒരു വീഡിയോ ഉണ്ട്. ഈ പറയുന്ന ജിനൂസിന്റെ വൈഫിന്റെ ഫോട്ടോ വരെ വെച്ചിട്ട് താൻ ഒരുമാതിരി, അതും മീഡിയ പോലും വരാത്ത അവരുടെ ഫോട്ടോസ് വെച്ചിട്ട് താൻ ഒരുമാതിരി തോന്നിയാസം പറഞ്ഞു കൊടുത്തല്ലേ. ഈ പറയുന്ന യൂട്യൂബർ ആയിട്ടുള്ള നമ്മുടെ ഒരു സുഹൃത്തിന്റെ അവന്റെ അമ്മയുടെ ഫോട്ടോ എടുത്ത് വെച്ചിട്ട് താൻ സംസാരിച്ചല്ലേ. ആ വീഡിയോ ഒക്കെ എവിടെ പോയി താൻ അത് മുക്കി? താൻ വന്നത് എങ്ങനെ? ടിക്ടോക്കിന്റെ ഓരോ വീഡിയോസ് ഒക്കെ എടുത്തിട്ട് ഒരു പിള്ളേരെ എന്ന് ട്രോളിട്ടല്ലേ താനിപ്പോൾ വന്നത്. ഇപ്പൊ ഇങ്ങോട്ട് വന്നിട്ട് ഒരു മാലയിട്ട് ഒരു തേച്ച് തുണിയൊക്കെ അങ്ങോട്ട് ഇട്ട് വന്നിട്ട് ഒരു വാച്ചൊക്കെ ഇട്ട് വന്നിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് സംസാരിക്കുമ്പോൾ ഓക്കെ, നിങ്ങൾ ഇഷ്ടപ്പെടാൻ ആൾക്കാർ കാണും. മെച്യൂരിറ്റി ആയിട്ടുള്ള ഒരു മനുഷ്യൻ സംസാരിക്കുന്നതായിട്ട് ആൾക്കാർക്ക് തോന്നുകയൊക്കെ ചെയ്യും. പക്ഷെ ഒരു കാര്യം പറയാം, തൻ്റെ ഉള്ളിലും തൻ്റെ എല്ലായിടത്തും വിഷമാണ്, കറയുമാണ്. ഞാൻ അങ്ങനെ തന്നെ പറയും. ഞങ്ങൾക്ക് ഇതൊന്നുമില്ല, ഞങ്ങൾ നേരെ പോകും, അന്തസ്സോടെ അടിച്ചിട്ട് ആണുങ്ങളെ പോലെ അങ്ങ് പോകും. അത്രേ ഉള്ളൂ മനുഷ്യ എന്നെടുത്ത് പറയുന്നത് എന്താന്ന് വെച്ചാലേ പറയുന്നില്ല ഞാൻ. ഓക്കെ, ഇച്ചിരി ഓവറായിരുന്നു തന്നെ, ഭയങ്കര ഓവറായിട്ടുണ്ട് തന്നെ. ഓരോ വീഡിയോസുകൾ ഞാൻ എടുത്തു തരാം. ഇനി നമുക്ക് തുടക്കം തന്നെ വിജയുടെ ഒന്ന് കാണാം. ഈ പറയുന്ന അഖിലനാടിയുടെ ആണല്ലോ ഇവിടുത്തെ വിഷയം. അഖിലിന്റെ CCTVയുടെ ദൃശ്യമൊക്കെ ആരോട് പുറത്തു വിട്ടത്? എനിക്കൊന്ന് അന്വേഷിക്കുക. അവരുടെ വീട്ടുകാർ തന്നെയാണ് പുറത്തു വിട്ടെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇത് തൊട്ട് വീട്ടിലെ സാധനമാണ്. ഇത് അവരൊക്കെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അയച്ച് ഇത് പുറത്ത് വിടുകയൊക്കെ ചെയ്തത്. എന്നിട്ട് നമ്മൾ റിയാക്ഷൻ്റെ നെഞ്ചത്തോട്ട് ഇതാണ്ട് വേറൊരു വീഡിയോ, ചെക്കൻ്റെ വീഡിയോ. നമ്മൾ ഇത്രയൊന്നും വിവരക്കേടുകൾ കാണിക്കുന്നില്ല. കണ്ടോ, അവന്റെ പോസ്റ്റർ എടുക്കുന്നു, ഭിത്തിയിലൊട്ടിക്കുന്നു, എന്നിട്ട് അതിന് മോട്ടിവേഷൻ എഴുതി കൊടുക്കുന്നു, എന്നിട്ട് അവന്റെ ചാനൽ ഫോളോ ചെയ്യുന്നു പറഞ്ഞു കൊടുക്കുന്നു. ഇതൊക്കെ കാട്ടി കൂട്ടുന്നു ഓരോരുത്തന്മാർ പുറത്തും അകത്തും ഒക്കെ. കൊള്ളാം. ഇനി അണ്ണന്റെ വിജയുടെ കുറിച്ച് പറയുന്നതൊക്കെ ഞാൻ വെച്ചുതരാം. യൂട്യൂബേഴ്സിനെ വിമർശിച്ച വീഡിയോ കൂടെ ഞാൻ കാണിക്കാം. ഇതൊന്ന് കാണും നിങ്ങൾ. ആ ഒരു സ്ത്രീക്കുണ്ടോ വിശ്വാസവഞ്ചന കാണിച്ചിട്ടുള്ള ആൾക്ക് അതൊന്നും ചിലപ്പോൾ അവരുടെ ഉള്ളിൽ തന്നെ തട്ടണമെന്നൊന്നുമില്ല. അവർക്ക് 100 ന്യായീകരണം ഉണ്ടാവും. ആ ഒരു ന്യായീകരണമൊക്കെ വെച്ചിട്ട് അവർ വീണ്ടും ന്യായീകരിച്ചുകൊണ്ടിരിക്കും. ഇവരുടെ മൈൻഡ് ഓട്ടോമാറ്റിക്കലി ഈ ഒരു ബന്ധം പരിപാവനമാണ് എന്ന് ആളുകളെ കൺവിൻസ് ചെയ്യാൻ വേണ്ടിയുള്ള ന്യായീകരണങ്ങളൊക്കെ അപ്പോൾ തന്നെ കണ്ടുപിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതുവരെ ഇല്ലാതിരുന്ന പരാതികളൊക്കെ ഇവരുടെ പങ്കാളികളിൽ ആരോപിക്കും. അതുകൊണ്ടാണ് ഈ ഒരു ബന്ധത്തിലേക്ക് പോവേണ്ടി വന്നത് എന്നൊക്കെ അവരങ്ങോട്ട് പറയും. അവർ ചിലപ്പോൾ സൊസൈറ്റിയും അത് പറയും. മോന മനസ്സിലായി കാണുമല്ലോ, ഞാൻ അങ്ങനെ പറയത്തുള്ളൂ. ഇപ്പൊ കണ്ടില്ല അവന്റെ പറച്ചിലും സംസാര രീതിയൊക്കെ കണ്ടില്ലേ? തമിഴ്നാട്ടിലെ വിജയം ജയൻ രവിയൊക്കെ പറഞ്ഞാൽ എന്താ ആര് ചോദിക്കാൻ വരാനാ? കേരളത്തിന് അകലിനെ പറഞ്ഞാൽ സൈബർ അറ്റാക്ക് നല്ല രീതി ഉണ്ടാകും. നിനക്കൊരു നെഗറ്റീവ് കമന്റ്സ് വരുന്ന പോലെ ഉള്ളി പേടി തട്ടുന്ന ഒരുത്തനാണെന്ന് നിന്റെ സംസാരത്തിൽ തന്നെ നമുക്ക് മനസ്സിലായിട്ടുള്ളതാ. ഇവിടെ ഒരു ഞാനൊക്കെ എന്ന് വെച്ചാൽ തനിക്കൊക്കെ ഒരു തനക്കൊരു ക്ലീനാണെന്നാണ് വിചാരിച്ചത്. പണ്ടൊക്കെ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഞാൻ യൂട്യൂബിൽ വന്ന സമയത്തൊക്കെ തൻ്റെ വീഡിയോ ഇട്ട് വരുമായിരുന്നു, പുള്ളിയെ പോലെ ആവണമെന്നും പറഞ്ഞിട്ടുള്ള രീതിയിലാണ്. പക്ഷെ ഇതുപോലെ ആണും പെണ്ണും കെട്ട രീതിയിൽ നമ്മളെ കൊണ്ട് പറ്റത്തില്ല.
കൺവിൻസ് ചെയ്യും. 5 കൊല്ലമായിട്ട് ഭാര്യ മക്കളെ പറ്റിക്കുന്നവനാണ്. ഇനി തിരിച്ചു വന്നിട്ട് ഈ പവിത്രമായിട്ടുള്ള കുടുംബബന്ധം മുന്നോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട് ഈ ആൾക്ക്, ഇവിടെ പറ്റിക്കപ്പെട്ട ആൾക്ക് തന്നെ അന്തസ്സും അഭിമാനമില്ലേ? നിങ്ങളോട് ഏറ്റവും മോശമായിട്ട് പെരുമാറുന്ന ആളുകളോടൊക്കെ നിങ്ങൾക്ക്, അല്ലെങ്കിൽ ഇനി പെരുമാറാൻ പോകുന്ന ആളുകളോടൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? ഞങ്ങളോട് അങ്ങനെ മോശമായിട്ട് പെരുമാറുന്ന സമയത്ത് മാന്യമായിട്ട് പെരുമാറണം കേട്ടോ എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. നിങ്ങളോട് വിശ്വാസവഞ്ചന കാണിക്കുന്ന ആൾക്ക് അങ്ങനെ നിങ്ങളോട് വളരെ മര്യാദയോടെ സിസ്റ്റമാറ്റിക് ആയിട്ട് വിശ്വാസവഞ്ചന കാണിക്കണം എന്നൊന്നും തോന്നത്ത് തന്നെ ഇല്ല. ഇനിയിപ്പോൾ അഡൾട്ടറി ഒരു ക്രൈം ആണെങ്കിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യും? ഇപ്പം ഭാര്യ ഇരിക്കെ തന്നെ മറ്റൊരാളുമായിട്ട് ബന്ധം സ്ഥാപിക്കുന്ന പുരുഷനെ ശിക്ഷിക്കാനായിട്ട് ഇവിടെ ഒരു നിയമം ഉണ്ടെന്ന് വിചാരിക്കാം. നിങ്ങൾ അയാളെ എങ്ങനെ ശിക്ഷിക്കും? അയാളുടെ അവീതം നിങ്ങൾ പ്രൂവ് ചെയ്യേണ്ടി വരും, ഉപ്പിലിട്ട് വെക്കേണ്ടി വരും. അവീതം ഞങ്ങൾ പ്രൂവ് ചെയ്യേണ്ടി വരും. ഇതൊക്കെ വന്നിരുന്നിട്ട് നീ കുണച്ചിട്ട് നീ നമ്മുടെ നെഞ്ചത്തോട്ട് വരുമ്പോൾ നീ ആരടാ മോനെ? ആരടാ മോനെ നീ? സത്യം പറ, അറിയാൻ പറ്റും ചോദിക്കുക. എടോ, ആണുങ്ങളായ നേരെ വാ നേരെ പോ, അത് വേണം. അല്ലാതെ ഈ പരിപാടി കാണിക്കരുത്, ഡബിൾ കാണിക്കരുത്. അയാളുടെ കടപ്പുറകളിലേക്ക് നിങ്ങൾ ഒളിസഞ്ചാരമൊക്കെ നടത്തേണ്ടി വരും. വല്ല ആവശ്യമുണ്ടോ? അവനെ ഉപേക്ഷിക്കുന്നതല്ലേ എളുപ്പം. അല്ല, ഞാൻ പറ്റിക്കപ്പെട്ടു, അയ്യോ എനിക്ക് വേദനയാണ്, എന്നോട് ഇങ്ങനെ ചെയ്യരുതായിരുന്നേ, അല്ലെങ്കിൽ നാട്ടുകാരെല്ലാം കൂടെ വന്നിട്ട് അവനങ്ങനെ ചെയ്ത് ശരിയായില്ല, കുട്ടികളുണ്ടായിരിക്കും അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? വല്ല കാര്യമുണ്ടോ? എൻ്റെ പൊന്നോ പുണ്യാള മരമേ, എൻ്റെ പൊന്നെ, നിന്നെ സമ്മതിച്ചിരിക്കുന്ന മോനെ. ഇനി ഈ അഖിലിന്റെ വിഷയത്തിൽ വന്നിട്ട് പുള്ളി പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ കേൾക്കണം, കേട്ടേ പറ്റൂ. നമ്മുടെ സമൂഹത്തെ കാർന്ന് തിന്നുന്ന ഒരു വലിയ വിപത്തിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. മറ്റുള്ളവരുടെ നേരത്തെ കണ്ടതാണ് കേട്ടോ. ഇത് നേരത്തെ ഞാൻ പഴയ വീഡിയോസാണ് വെച്ചത്. ഇനി പുതിയ സാധനം ഒന്ന് കണ്ടു നോക്കണേ. വിവാഹ ജീവിതങ്ങൾ, വിവാഹമോചനങ്ങൾ, രഹസ്യബന്ധങ്ങൾ, കുടുംബ വഴക്കുകൾ എന്നിവയെ കുറിച്ച് ദിവസങ്ങളോളം ചർച്ച ചെയ്തും പരിഹസിച്ചും സമയം കളയുന്ന ഒരു കൂട്ടം ആളുകൾ നമ്മുടെ ചുറ്റിനുണ്ട്. അതേടാ, പോയി കണ്ണാടി പോയി നോക്കടാ. നീ കണ്ണാടി പോയി നോക്ക്. കണ്ണാടി പോയി നിന്റെ മുഖത്ത് നോക്കണം, അല്ല കണ്ണാടിയുടെ താഴോട്ട് നോക്കരുത്. പറഞ്ഞു മനസ്സിലായോ? അവിടെയും നീ പരാജയമാണ്. ഞാൻ അതേ പറയത്തുള്ളൂ. കാരണം ഇതൊക്കെ ഉറപ്പുള്ളവന്മാർക്ക് പറഞ്ഞിട്ടുള്ള പരിപാടി, ആണുങ്ങളെ പോലെ സംസാരിക്കാൻ. കേരളത്തിൽ അടുത്തിടെ ഉണ്ടായ ഒരു സംഭവം നോക്കൂ. ഇതൊരു വ്യക്തിപരമായിട്ടുള്ള കുടുംബ പ്രശ്നമാണ്. രണ്ട് കുടുംബങ്ങൾ തമ്മിൽ ചർച്ച ചെയ്തോ നിയമപരമായോ തീർക്കേണ്ടുന്ന ഒരു കാര്യം. എന്നാൽ നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്ന എന്താണ്? ചില യൂട്യൂബ് ചാനലുകളും സോഷ്യൽ മീഡിയ വ്യക്തികളും ഇതിന്മേൽ അങ്ങ് ചാടി വീഴുകയാണ്. CCTV ദൃശ്യങ്ങൾ പുറത്തുവിടുന്നു, ആ സ്ത്രീയും ഭർത്താവിനെയും പരസ്യമായിട്ട് അധിക്ഷേപിക്കുന്നു. ആരാ CCTV ദൃശ്യം പുറത്തുവിട്ടത്? പറ. നിന്റെ വർത്താനം കേട്ടാ നിന്റെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വന്ന് വിട്ട പോലെ ഉണ്ടല്ലോ. നീ അവിടെ ഇരിപ്പുണ്ടായിരുന്നു തോന്നുന്നു. നീ ആയിരുന്നു ആ ഏരിയയിലെ സെക്യൂരിറ്റി. ഇവന്റെ വർത്താനം കേട്ടാലേ ഇവന്റെ വീട്ടിൽ നിന്ന് ആരോ വന്ന് അവിടെ സെക്യൂരിറ്റി പണിയായിട്ട് ഇരിക്കാൻ തോന്നുന്നുണ്ട്. നാണം കേട്ടവനാ. കണ്ടില്ലേ അന്ന് അവൻ പറഞ്ഞ വാക്കുകൾ? ഇപ്പോഴത്തെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും. ഭർത്താവിന്റെ വ്യക്തിത്വത്തെയും ലൈംഗികതയും വരെ ചോദ്യം ചെയ്തുകൊണ്ട് മോശമായിട്ടുള്ള കമന്റുകൾ ഇങ്ങനെ 4 പാടുണ്ടാവുന്നു. ഇതിനെ അഭിപ്രായ സ്വാതന്ത്ര്യം എന്നല്ല വിളിക്കേണ്ടത്, ഇതൊരു മാനസിക രോഗമാണ്. തെരുവ് പട്ടികൾക്ക് എല്ലും കഷ്ണം കിട്ടുമ്പോൾ കാണിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? നീ ഇപ്പൊ കാണിച്ചു തന്നെ, അതാണ് ഞങ്ങൾക്ക് മനസ്സിലായടാ. നിന്നിൽ നിന്ന് തന്നെ ഞങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ട്. പക്ഷെ ഞങ്ങളെ ഒരേ പാലത്തെ കൂടെ ചവിട്ടി പോകുന്നവനാ. നിന്നെ പോലെ 2 വെള്ളത്തെ കളിക്കുന്നവന്മാരല്ല. ഒരുത്തൻ കടിച്ചെടുത്തോണ്ട് ഓടും, മറ്റവൻ പുറകെ ഓടും, കടിപിടി കൂടി മറ്റൊരുത്തൻ പിടിച്ചു വാങ്ങും. ചുറ്റുപാടുമുള്ള സകല പട്ടികളും വരും, വലിയ ബഹളാകും. എല്ലാരും അതിൽ നിന്ന് ഇത്തിരി നാക്കും. അതെ, അതിന് ഏതെങ്കിലും ഒരു പൊടി ആ മൂലയ്ക്ക് എവിടെയെങ്കിലും പോയാൽ ആരും അറിയാതെ അത് എടുത്തുകൊണ്ട് പോയി നക്കി ആ എല്ലിനകത്തുള്ള അത് വരെ വടിച്ചെടുത്ത് നിൽക്കുന്നവനാ നീ. ഈ ഒരു വീഡിയോ ഞങ്ങൾക്ക് മനസ്സിലായി. കടിപിടിയാണ് റിയാക്ഷൻ ചാനലുകളിലെ ചേട്ടന്മാര് ഏതെങ്കിലും ഒരുത്തന്റെ ദുരന്തം കേൾക്കുന്ന സമയത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നീ ഇപ്പൊ പിന്നെ എന്താ ചെയ്യുന്നത്? പറയടോ. ആ ജയൻ രവിയുടെയും വിജയുടെ ഒക്കെ എന്താണ്? അവന്മാർ മനുഷ്യരല്ലേ? അയ്യോ, അണ്ണം വലിയ താപ്പാനയാണ്. ആളുകളുടെ ജീവിതത്തിൽ ദുരന്തങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് ഇവർക്ക് ആ സമാന ദുരന്തങ്ങൾ ഉണ്ടാവാത്തതുകൊണ്ട് ഇവരെന്തോ വലിയ മികച്ചവരാണ് എന്നുള്ള രീതിയിലാണ് ഇവരതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആക്ച്വലി ഇവർ ഇനാക്റ്റീവായിട്ട് വെറുതെ ഇരിക്കുന്ന ആളുകളാണ്. എന്തെങ്കിലും ജീവിതത്തിൽ സംഭവിക്കുന്നവനല്ലേ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവത്തുള്ളൂ. റിയാക്ഷൻ ചാനലിലെ ചേട്ടന്മാര് മറ്റുള്ള ആളുകളുടെ പ്രശ്നങ്ങളെ, സ്വകാര്യ പ്രശ്നങ്ങളെ രഹസ്യ വഴിയിലൂടെ പുറത്തെത്തിച്ചാൽ തങ്ങളെന്തോ വലിയ ആളുകളാണ് എന്ന് തെറ്റിദ്ധരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇവരുടെ പ്രേക്ഷക പാടുകളുടെ പ്രോത്സാഹനം വേണ്ടുവോളം ഉള്ളതുകൊണ്ട് നിലത്തൊന്നും ഇവറ്റകൾ നിൽക്കത്തില്ല. ഇതുപോലുള്ള കണ്ടികൾ സ്ഥിരമായി കണ്ടെത്തി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ, അത് സ്ഥിരമായി കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ രണ്ടു കൂട്ടരും മനുഷ്യത്വത്തിന്റെ കാര്യത്തിൽ വളരെ പിറകിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോ ബിഗ് ബോസ് വരുന്നുണ്ട്. ഇനിയിപ്പോ ഭീകരമായിട്ടുള്ള വ്യക്തി അധിക്ഷേപങ്ങളും സൈബർ. നീ പിന്നെ പഴമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നീ ബിഗ് ബോസിന് വേണ്ടി പ്രത്യേക ഒരു ചാനൽ ഉണ്ടാക്കി വെച്ചിട്ട് 30-40 മിനിറ്റിന്റെ വീഡിയോ ഇരുന്ന് കുണക്കാറുണ്ടല്ലോ. നീ നിന്റെ അഭിപ്രായം പറയാനുണ്ടല്ലോ. എടാ, അങ്ങനെയാണെങ്കിൽ ഉറപ്പുള്ള ഒരുത്തനാണ് ഞാൻ. ഈ ഉറപ്പ് 100 വട്ടം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ കാര്യം എന്ന് വെച്ചാൽ നീ അമ്മാതിരി പരിപാടി ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നിനക്ക് അന്തസ്സായിട്ട് ഈ വശത്തെ റിവ്യൂ ചെയ്യാതിരിക്കാം പറ്റുമോ നിനക്ക്? ബിഗ് ബോസ് ഇപ്പോൾ വരാൻ പോകാൻ 3 മാസം. ഓക്കെ, കണ്ടന്റ് തന്നെ ആയിരിക്കും. ഓക്കെ, നിനക്ക് ചെയ്യാതിരിക്കാൻ പറ്റുമോ? ഉറപ്പുണ്ടെങ്കിലാ ഞാൻ നിന്നെ വെല്ലുവിളിക്കുന്നത്.
വലിയ ഡയലോഗ് അടിക്കാൻ വരുന്നു. ും മഹാമോശമായിട്ടുള്ള രീതിയിലേക്ക് സോഷ്യൽ മീഡിയ മാറാൻ പോവുകയാണ്. ഈ മനുഷ്യത്തില്ലാത്ത ആളുകൾക്ക് തകർന്നു വീഴുന്ന കുടുംബങ്ങളെയും വേദനിക്കുന്ന മനുഷ്യരെ ഒന്നും കാണാനായിട്ട് പറ്റത്തില്ല. അവർക്ക് ഇതൊക്കെ ഒരു തമാശയാണ്, സമയം പോക്കാണ്. ഇക്കൂടെ സ്വന്തം ജീവിതത്തിലും നിരാശ പേറുന്നവരായിരിക്കും, ഉറപ്പാണ്. ഇതൊരു ചെറിയ കാര്യമാണെന്ന് കരുതരുത്. ഇതിന്റെ ബലം വളരെ വലുതാണ്. ഇത്തരം വീഡിയോകൾ കാണുമ്പോൾ ഇരയാക്കപ്പെട്ടവരുടെ മാതാപിതാക്കൾ, കുട്ടികൾ, കുടുംബാംഗങ്ങൾ എന്നിവർ അനുഭവിക്കുന്ന മാനസിക ബുദ്ധിമുട്ട് ചെറുതൊന്നുമല്ല. അപമാന ഭാരം താങ്ങാനാവാതെ പലർക്കടുത്ത് വിഷാദത്തിലേക്കോ ആത്മഹത്യയിലേക്കോ അവരെ തള്ളിവിടപ്പെടുന്നുണ്ട്. റിയാക്ഷൻ വീഡിയോ ചാനലുകളിലെ ചില ക്ലിപ്പുകൾ ഇന്നലെ ചില ആളുകൾ അയച്ചിരിക്കുകയുണ്ടായി. ഡാർക്ക് കോമഡികളാണ്. മുന്നിൽ നിന്ന് പോസ്റ്റ് കാണാതെ വല്ലയിടത്തും വായി നോക്കിപ്പോയി പോസ്റ്റിൽ ഇടിച്ചു കയറി മോന്ത ചളിങ്ങി ഒരുത്തൻ ഭാര്യ ഒളിച്ചോടി പോയ ഭർത്താവിന്റെ നോട്ടക്കുറവിനെ പരിഹസിക്കുകയാണ്. അവന്റെ പേരാണ് അതിൽ വ്ലോഗ്സ്. ഓക്കെ, അടുത്ത പറ. തള്ളയും പെറ്റ പോലെ വലിച്ചെറിഞ്ഞ സിനിമാ നടനെ അനുകരിച്ച് ജീവിക്കുന്ന ഒരുത്തൻ ഐഡന്റിറ്റിയെ കുറിച്ചൊരു ക്ലാസ് എടുക്കുകയാണ്. ജിനൂസ് അത്താഴപ്പട്ടിനെ അഭിനയിച്ച് അരിക്കാൻ കെഞ്ചുന്ന ഒരുത്തൻ ഇരയാക്കപ്പെട്ടവനെ വിളിച്ച് ഈ ഭാര്യ ഒളിച്ചോടി പോയ ഭർത്താവിനെ വിളിച്ചിട്ട് അനുവാദം ചോദിക്കുകയാണ്. വീഡിയോ ചെയ്തോട്ടെ. ആത്മാർത്ഥ സുഹൃത്തിന്റെ ഞാനൊരു കാര്യം പറയട്ടെ. സായി ചെയ്ത തെറ്റെന്താ? സായി ചെയ്ത തെറ്റെന്താണ്? സായി ഇപ്പൊ വീഡിയോ ചെയ്യാതിരുന്നെങ്കിൽ എല്ലാവരും പറയും കൂട്ടുകാരനാണ്, അതുകൊണ്ടല്ലേ സായി വീഡിയോ ചെയ്യാത്തത്. ആണോ അല്ലയോ? ഞാൻ നിങ്ങളോട് തന്നെ ചോദിക്കുന്നത്. സായി വിളിച്ച് ചോദിച്ചപ്പം അവൻ പറഞ്ഞൊരു കാര്യം എന്താ? സായി നീ ഇങ്ങനെ പറഞ്ഞാൽ മതി, അങ്ങനെ പറഞ്ഞാൽ മതി, അവിടെ പോയിന്റ് എനിക്ക് വിഷമമൊന്നുമില്ല, ഞാനിപ്പോൾ ഓക്കെ ആയാലെന്നാണ് അവൻ പറഞ്ഞത്. അവൻ്റെ വീട്ടുകാർക്ക് ഒരു വിഷയമില്ല ഇപ്പം. അവൻ കറക്റ്റ്. എന്തായാലും സോഷ്യൽ മീഡിയ എല്ലാവരെക്കാളും ആദ്യത്തെ സായിയാണ്. സായി ചേട്ടനാണ് റിയാക്ഷൻ വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ പുള്ളിയുടെ എന്തായാലും ആൾക്കാർ ചോദിച്ചിരിക്കും, വല്ല കോണയടിക്കുന്നത് നീ ചെയ്യാത്തോണ്ടായിരിക്കും, നിനക്ക് പിന്നെ പേടിയാണല്ലോ. അവസാനത്തെ ആണി അടിക്കുന്ന പരിപാടിയാണ് അത്തരത്തിലുള്ള ഒരു അനുവാദം ചോദിക്കലും ആ ഒരു വീഡിയോയൊക്കെ. സത്യം പറഞ്ഞാൽ നിന്റെയൊക്കെ ഗതികേടാണ്. ഇതൊന്നും മിടുക്കല്ല. മറ്റുള്ളവന്റെ ദുരന്തം വിറ്റ് തിന്നേണ്ടെന്ന വക കണ്ടെത്തേണ്ടി വരുന്നത്. അതെ, ജനങ്ങൾ ഏത് രീതി പ്രതികരിക്കും എന്ന് മാത്രം നോക്കി കണ്ടന്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നീ. ഇപ്പം പണ്ട് നീ കാണിച്ച വേലകളൊക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുള്ളതാണ്. ഇവിടെ നമ്മുടെ സുഹൃത്തിന്റെ അമ്മയുടെ ഫോട്ടോ വെച്ച് തമ്മിലേയും വെച്ചിട്ട് വീഡിയോ ചെയ്തതും അത് നൈസായിട്ട് മുക്കിയതും, അതുപോലെ തന്നെ ജിനൂസിന്റെ വൈഫിന്റെ അടുത്ത് വെച്ച് അവരൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തോടാ. നീ അത്രയ്ക്ക് വലിയ പുണ്യാളനായിരുന്നെങ്കിൽ എന്തിനാണ് അതെല്ലാം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞത്? മൊത്തം വീഡിയോസ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് ഇപ്പോൾ നന്മമരം കളിക്കാൻ നടക്കുന്നുണ്ട്. ആണുങ്ങൾക്ക് പറ്റിയല്ലോ. വാച്ചും സൂട്ടും കണ്ണാടിയൊക്കെ വെച്ചിട്ട് മാനിനെ പോലെ വന്നിരുന്നിട്ട് തന്നെ പോലെ അത്ര വിഷമല്ലോ ഞങ്ങൾ എന്തെങ്കിലും ആണുങ്ങളെ പോലെ സംസാരിക്കുള്ളൂ. ഒരു ഗതികെട്ട ജീവിതമാണ്. ഒരു കാലത്ത് ഇതെല്ലാം അവസാനിക്കുമ്പോൾ മറ്റൊരു അശാന്തികളെ സുനേഷായിട്ടൊക്കെ അങ്ങ് ജീവിക്കേണ്ടി വരും. വയസ്സാം കാലത്ത് ആളുകൾ അങ്ങ് ആട്ടും. സ്വന്തം മക്കളോ ഭാര്യയോ അമ്മയോ ഇവനെ കുറിച്ചിട്ടൊക്കെ എന്ത് പറയും? യൂട്യൂബിൽ പരദൂഷണം പറയുന്നവനാണ് എന്റെ വീട്ടിലിരിക്കുന്നവൻ എന്ന് പറയുമോ? യൂട്യൂബിൽ പരദൂഷണം പറയും. നീയും അത് തന്നെടാ കൊച്ചു പിന്നാരെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അയ്യോ, എനിക്ക് ഇവനെ കാണുമ്പോൾ പുച്ഛപട വരുന്നേ. ഇവനെ കാണുമ്പോൾ അത്രയ്ക്ക് അയ്യോ, ഇതുപോലൊരു സ്റ്റാൻഡില്ലാത്തൊരു വ്യക്തിയാണ് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. ഇവൻ്റെയൊക്കെ വീഡിയോ കണ്ടിട്ട് ഇൻസ്പയർ ആയിട്ടുള്ള കുറേ ആൾക്കാർ പറയുന്നത് അതുപോലെ ചെയ്യണമെന്ന്. ഇപ്പം എനിക്ക് പുച്ഛമാണ്. ഞാൻ എൻ്റെ സ്റ്റാൻഡിൽ നിൽക്കുന്നതുകൊണ്ട് നന്നായി. ഒരു റിയാക്ഷൻ ഓളിക്ക് എന്ത് വ്യക്തിത്വമാണുള്ളത്? കുടുംബത്തിൽ പോലും അവനെ അടുപ്പിക്കത്തില്ല, സുഹൃത്തുക്കൾ പോലും അവനെ അടുപ്പിക്കത്തില്ല. കാരണം എന്തും പറയും അവൻ കണ്ടന്റാക്കി കളയും. വ്യൂസും പണം ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ഇത്തരം ക്രൂരതകൾ കാണിക്കുന്നവരും അതിനെ പ്രോത്സാഹിപ്പിക്കുന്നവരും വലിയൊരു കുറ്റമാണ് ചെയ്യുന്നത്. മറ്റുള്ളവരുടെ ദുരന്തങ്ങൾ വിറ്റ് ജീവിക്കുന്ന ഇത്തരം ചാനലുകാരുടെ ഭാവി യഥാർത്ഥത്തിൽ എന്തായിരിക്കും? ആളുകളെ പിടിച്ചിരുത്താൻ ഇവർക്ക് ദിവസവും ഇതിലും മോശമായിട്ടുള്ള കാര്യങ്ങൾ കാണിക്കേണ്ടി വരും. ഏറ്റവും മോശമായിട്ടുള്ളതിലേക്ക് ഇങ്ങനെ പോവേണ്ടി വരും. ഇന്നൊരു ഒളിച്ചോട്ടം, നാളെ ഒരു ഒളിച്ചോട്ടം, നാളെ കഴിഞ്ഞൊരു ഒളിച്ചോട്ടം. എത്ര ദിവസം ഇത് ആൾക്കാർ ആസ്വദിക്കും? അത് കഴിയുമ്പോൾ അതിലും മോശമായിട്ടുള്ള കാര്യങ്ങൾ കാണിച്ചു കൊടുക്കേണ്ടി വരും. തൊപ്പി ഗ്യാങ്ങൊക്കെ എത്തിയതുപോലെ അവസാനം എന്തെങ്കിലുമൊക്കെ വൃത്തികേടുകൾ കാണിച്ചിട്ട് പിടിച്ചു നിൽക്കേണ്ടുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. കാരണം വരെ കണ്ടെത്തുന്നില്ലല്ലോ. ലോങ് ടൈമിൽ ഇതൊന്നും ബെനിഫിഷ്യൽ ആയിട്ട് നിങ്ങൾക്ക് വരില്ല. ആളുകൾ സ്വകാര്യത്തിലേക്കുള്ള കടന്നുകയറ്റത്തിനും അപകീർത്തിപ്പെടുത്തലുകൾക്ക് നിയമപരമായിട്ടുള്ള വലിയ ശിക്ഷകളൊക്കെ പിന്നീട് നേരിടേണ്ടി വരും. പല എണ്ണം കോടതി കയറി ഇറങ്ങി നടക്കുന്ന ടീംസൊക്കെ തന്നെയാണ്. ഇപ്പൊ ചിലെണ്ണം വീഡിയോ ചെയ്യുന്നത് ആ ചെലവ് നീക്കാൻ വേണ്ടി തന്നെയാണ്. എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെങ്കിലും അറിയാതെ പോലും ഈ വീഡിയോ ഒന്നും ക്ലിക്ക് ചെയ്യാനായിട്ട് പോകരുത്. ഇത്തരം വീഡിയോകൾ കാണുകയോ ഷെയർ ചെയ്യുകയോ ചെയ്യാതിരിക്കുക. ആ റിയാക്ഷൻ ചാനലുകൾക്ക് ആവശ്യമായിട്ടുള്ള കാഴ്ചക്കാരെ നൽകാതിരിക്കുക. നമ്മുടെ മനസ്സിനെയും കുടുംബത്തെയും ഈ വിഷയത്തിൽ നിന്ന് സംരക്ഷിക്കുക. ആരെങ്കിലും ഒരാളുടെ ഭാര്യ എന്തെങ്കിലും കാരണം കൊണ്ട് ഒളിച്ചോടി പോയാൽ അതിന്റെ റീസൺ നമ്മൾ അറിഞ്ഞില്ലെങ്കിലും ലോകത്തൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. നമ്മുടെ ജീവിതത്തിൽ ആ ഒരു ഇൻഫർമേഷൻ ഒരു റോളും ഇല്ല. ഈ റിയാക്ഷൻ ചാനലിലേക്ക് പ്രേക്ഷകർ എന്ത് കോൺഫിഡൻസിലാണ് ഇത് കാണുന്നത്? ശരിയാണ്, അവർക്ക് കോൺഫിഡൻസ് ഉണ്ട്. കാരണം അവർ ഒരിക്കലും ജീവിതത്തിൽ ആളുകൾ ബഹുമാനിക്കുന്ന രീതിയിലേക്കോ ആളുകൾ ശ്രദ്ധിക്കപ്പെടുന്ന ലെവലിലേക്കോ എത്താനായിട്ടുള്ള സാധ്യതയില്ല. അങ്ങനെയുള്ളവർക്ക് കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ ആരറിയാനാണ്? കുറേയധികം സ്ത്രീ ജനങ്ങൾ, അണ്ടർജനങ്ങളും അതേപോലെ തന്നെ ജീവിതത്തിൽ ഒരിടത്തും എത്താത്ത നിരാശ ജീവികളായിട്ടുള്ള അധികം പുരുഷന്മാരും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അവർക്ക് കുഴപ്പമില്ല. കാരണം അവരൊന്നും നാളെ സമൂഹത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന നിലയിലേക്ക് എത്തത്തില്ല. അങ്ങനെ ജീവിതത്തിൽ വിജയിക്കാൻ ആഗ്രഹമുള്ള ആളുകൾ നാളെ ഏതെങ്കിലും രീതിയിൽ സമൂഹത്തിൽ ഒരു സ്വാധീനം ചെലുത്തുന്ന ഒരാളായിട്ട് ഞാൻ മാറും, അല്ലെങ്കിൽ സമൂഹം ബഹുമാനിക്കപ്പെടുന്ന ഒരാളായിട്ട് ഞാൻ മാറുമെന്ന ചിന്തയുള്ളവരാണെങ്കിൽ ഇതൊന്നും കണ്ടുകൊണ്ടിരിക്കത്തില്ല. കാരണം അങ്ങനെ ഒരു റേഞ്ചിലേക്ക് എത്തുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും ദുരന്തങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇവറ്റകൾ ഈ പറയുന്ന എല്ലും കഷ്ണം കിട്ടിയ ടീമുകളെല്ലാം കൂടെ വന്ന് കടിച്ചു കൂടെ എടുത്തുകൊണ്ട് ഓടും. അതുകൊണ്ട് ഇമാതിരി പരിപാടിയൊന്നും പ്രോത്സാഹിപ്പിക്കരുത്. റിയാക്ഷൻ ചാനലുകൾ, അതേപോലെ തന്നെ എക്സ്പോസിംഗ് ഭീകരന്മാർ, ഇവരൊന്നും നമ്മൾ പ്രോത്സാഹിപ്പിക്കരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും പരാതി ഉണ്ട് എന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും നിയമപ്രശ്നം ഉണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനിലേക്ക് പോകാം, കോടതിയിലേക്ക് പോകാം. അതേപോലെ തന്നെ ആരുടെയെങ്കിലും വീട്ടിലെ എന്തെങ്കിലും കാര്യം നിങ്ങൾ അറിയേണ്ടുന്ന ഒരു ആവശ്യമില്ല. നിങ്ങളുടെ വീട്ടിലെ കാര്യം മറ്റൊരു തന്നെ യൂട്യൂബിൽ പറഞ്ഞിട്ട് ബാക്കിയുള്ള ആളുകൾ അറിയുന്നത് നിങ്ങൾ ആഗ്രഹിക്കുമോ? നമ്മളെല്ലാവരും അന്തസ്സും അഭിമാനമൊക്കെ ഉള്ള ആളുകളല്ലേ. നമുക്ക് എന്തെങ്കിലും സമൂഹത്തോട് പറയാനുണ്ടെന്നുണ്ടെങ്കിൽ, നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ നേരിട്ട് പറഞ്ഞോളാം.
മറ്റുള്ള ഒരുത്തൻ അത് അവന്റെ വേർഷനിൽ അവരാദിച്ച് ബാക്കിയുള്ള ആൾക്കാരെ അറിയിക്കുന്ന ഒരു പരിപാടി കേട്ട് ഉൾപ്പോകാൻ കൊള്ളുന്ന പാടുകളൊക്കെ പ്രേക്ഷകരായിട്ട് ഉള്ള ചാനലുകളും അങ്ങനെയുള്ള പ്രേക്ഷകരും, ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, നിങ്ങൾ അഭിപ്രായങ്ങൾ പറയുക. നന്ദി. കൊണ്ടുപോയ അനൂപ് ഇവളെ എങ്ങനെ വിശ്വസിക്കും? ഓണക്കോടി അടക്കം തയ്ക്കാൻ എടുത്തിട്ട് അത് കിട്ടാൻ വേണ്ടി കാത്തിരുന്നവരാണ് രണ്ടുപേരും. ഓണപ്പൂക്കളം ജിനോസ് പറയട്ടെ, ജിനോസിന്റെ കുറച്ച് കാര്യങ്ങൾ അവനെ കുറിച്ച് പറയുന്നുണ്ട്, അതും കൂടെ ഞാൻ വെച്ചുതരാം. അവൻ പറയുന്നത് ഞാൻ കേട്ടങ്ങിരുന്ന് പോയതാ. എന്തായാലും സ്ട്രൈക്ക് അടിക്കുമായിരിക്കും, കാരണം അവന് അത്രയ്ക്ക് മനക്കെട്ടിയൊന്നുമില്ല, നമ്മൾ എന്തെങ്കിലും വിമർശിച്ചാൽ കേൾക്കാനുള്ള മനക്കെട്ടിയൊന്നുമില്ല. ഒരുപാട് പേര് അവന്റെ കമന്റ് ബോക്സിൽ വെക്കും, എന്താ സുഹൃത്തായിട്ടാണ് അതിന്റെ പറയാത്തെന്ന് വെക്കും. അങ്ങനെ ചോദിച്ചിട്ടില്ലേ? നിക്ക് ഇങ്ങനെ ഏറിക്കയറ്റുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. ഇനി ഗോസിപ്പ് എന്ന് പറയുന്ന സാധനം അത് നമ്മുടെ കേരളത്തിൽ മാത്രമല്ല, ലോകത്ത് എവിടെ പോയാലും, ഇപ്പം നോർത്ത് ഇന്ത്യയിൽ പോയാലും ലോകത്ത് എവിടെ പോയാലും, ഏത് ഇൻഡസ്ട്രി പോയാലും, ഏത് നാട്ടിൽ പോയാലും ഗോസിപ്പുകൾ എന്നുള്ള സംഭവം ഉണ്ട്. സെലിബ്രിറ്റി ആയി കഴിഞ്ഞാൽ ഏതൊരു വ്യക്തിയുടെയും എല്ലാ കാര്യങ്ങളും ഇട കയറി പരിശോധിക്കാൻ സോഷ്യൽ മീഡിയയിൽ ഉണ്ടാവുന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇവന്മാരും ഈ പറഞ്ഞ അഖിലനാഥിയുടെ ഭാര്യ ഒളിച്ചോടാതിരുന്നപ്പോൾ അവരുടെ വീട്ടിലെ കാര്യങ്ങൾ അന്വേഷിക്കാൻ പോയിട്ടുണ്ടോ? ഈ വീഡിയോ ഇടുന്ന ആരെങ്കിലും അവരുടെ വീട്ടിലെ കാര്യങ്ങൾ അന്വേഷിച്ച് പുറത്തിട്ടുണ്ടോ? ഈ ഒരു പെൺകൊച്ച് ഇങ്ങനെ അപരാധം കാണിച്ചതിന് ശേഷമല്ലേ ഇത് വാർത്തയിൽ വന്നത്. പിന്നെ വേറൊരു വിഷയം, അതായത് JVGV എന്ന് പറയുന്നതിനെ കുറിച്ച് ഞാൻ പറയാം. ഈ JVGV എന്ന് പറയുന്ന ഈ കപട പുരോഗമനവാദികൾ ഇവനൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തരത്തിലും രക്ഷപ്പെടാത്ത ഇവൻ ഏതാണ്ട് 4 ചാനൽ തുടങ്ങിയവനാണ്. ആ 4 ചാനൽ ക്ലച്ച് പിടിച്ചില്ല. ഇവന് പിന്നെ ട്രാവൽ ബ്ലോഗ് തുടങ്ങി, അത് ക്ലച്ച് പിടിച്ചില്ല. ഇവന്റെ പെങ്ങളൂടെ തുടങ്ങി. ഇവൻ മറ്റേ എന്താ പറയാ, പിന്നെ സിനിമാ നിരൂപണം തുടങ്ങി, അവിടെ പരാജയപ്പെട്ട്, അതിലിപ്പോ കാണാൻ ആളില്ല. തുടങ്ങിയതെല്ലാം പരാജയപ്പെട്ട ഒരു പാടുപാട്. ഈ ഒരു വാർഡ് സാറാ എന്ന് പറയുന്ന അധ്യാപകനായിരുന്നു, അവനെ സ്കൂളിൽ നിന്ന് പുറത്താക്കി അവിടെ പോകുന്നു. ഇപ്പൊ അവൻ വക്കീൽ പഠിക്കുമെന്ന് പറയും. അപ്പൊ എല്ലാ മേഖലയിലും പരാജയപ്പെട്ട നിങ്ങൾ നോട്ട് ചെയ്ത ഈ ഒരു പടുവാട് നാളെ ഇതേപോലെ റിയാക്ഷൻ ചെയ്യും. ഇവന് നിവൃത്തിയില്ലാതെ വരുമ്പോൾ, കാരണം ഇവന് വേറെ ഒരു കുഴപ്പമില്ല, ഇവനൊരു വരുമാനമില്ല. ഇവൻ പറഞ്ഞിട്ടുണ്ട് ഇവന് ഈ ഇതിന് കിട്ടുന്ന റവന്യൂ ബിഗ് ബോസിനെ വിമർശിച്ചിട്ട് ബിഗ് ബോസിന്റെ വീഡിയോ ചെയ്ത് പൈസ ഉണ്ടാക്കുന്നതാണ്. ബിഗ് ബോസ് കാണുന്നത് വലിയ പ്രശ്നമാണെന്ന് പറഞ്ഞവനാണ്. അതായത് പല തന്തയ്ക്ക് പറഞ്ഞ ഒരു സ്വഭാവം കാണിക്കുന്ന ഒരു പരമെന്നാറി. അതിന് മറുപടി കൊടുക്കേണ്ട ആവശ്യമില്ല. എന്നാൽ പോലും വെറുതെ എന്റെ ഒരു ഫോട്ടോ അനാവശ്യമായിട്ട് അവിടെ കൊണ്ടുവച്ചതിന് ശേഷം ആളുകളുടെ പേഴ്സണൽ ലൈഫിൽ ഇടപെടൽ എന്ന് പറയുന്ന ഈ ഒരു നാറി ഞാനുമായിട്ട് ചെറിയൊരു ആശയക്കുഴപ്പം ഉണ്ടായപ്പോഴത്തേനും എന്റെ വീട്ടുകാരുടെ, വൈഫിന്റെ, അമ്മയുടെ, കുട്ടികളുടെ ഫോട്ടോ അടക്കം കൊണ്ടുവച്ച് വീഡിയോ ചെയ്ത് അപരാധം പറഞ്ഞ് വീഡിയോ ചെയ്ത ഒരു പരമനാറി. ആ വീഡിയോടെ നീ എന്താ വീഡിയോ നോക്കി? ഇവൻ ചെയ്ത പരിപാടി, ഇവൻ ഇതിനു മുമ്പ് ആരിഫ് ഹുസൈനെ കൊണ്ടുവന്ന് മതരൂപീകരണം നടത്തി മുസ്ലിങ്ങളെയും ഹിന്ദുക്കളെയും തമ്മിൽ അടിക്കാൻ നോക്കി. അതുകൊണ്ടാണ് ഇവന്റെ ചാനൽ പോകാത്തതെന്ന് അവിടെ കമന്റ് തന്നെ വന്നിട്ടുണ്ട്. പിന്നെ ഇവന്റെ ചെയ്ത പരിപാടി ഒരുപാട് കാര്യങ്ങൾ പയറ്റി നോക്കി, ഒന്നിൽ ക്ലച്ച് പിടിച്ചില്ല. പിന്നെ ഈ പറഞ്ഞ കണക്ക് റിയാക്ഷൻ, അതായത് ഇവന്റെ ആദ്യകാലത്തെ പരിപാടി റീൽസ് റിയാക്ഷൻ, കൊച്ചു പിള്ളേരെ കൊണ്ടുവന്നിട്ട് ഇവൻ ഭയങ്കര റിയാക്ഷൻ നടത്തി. ആദ്യം ഇപ്പോൾ ആ വീഡിയോസ് എല്ലാം ഡിലേറ്റ് ആയി. അതായത് ഇവൻ ചെയ്ത അപരാധങ്ങളെല്ലാം ഡിലേറ്റ് ആക്കിയിട്ട് ഇപ്പോൾ ഒരു മിശികായാവാൻ വന്നിരിക്കുകയാണ്. അത് നാട്ടിൻതോലിട്ട് ഒരു ചെന്നായിയാണ് ഇവന്ന് വളരെ വ്യക്തമാണ്. എന്നിട്ട് ഇവൻ വന്നിട്ട് ഇപ്പൊ കൊണാധികാരം നടത്തുവാണ്. ഇവന്റെ വീഡിയോസിൽ ഇപ്പം നോക്കി കഴിഞ്ഞാൽ ഇവൻ ചെയ്തിട്ടുള്ള നല്ല കണ്ടന്റുകൾ മാത്രമേ ഉള്ളൂ. അവരാതെല്ലാം ഡിലേറ്റ് ആക്കിയിട്ട് വലിയ മിശികയായിട്ട് വന്നിരിക്കുകയാണ്. നാണം ഉണ്ടോ നിനക്ക്? അല്ല ആരെങ്കിലും ഉണ്ടോ? നീ പോത്തിനെ തിറ്റാൻ പോയി റിയാക്ഷൻ ചെയ്യുന്നവരുടെ വ്യൂസ് കണ്ടിട്ട് നീ ഇതിനെ അസൂയപ്പെടുന്ന മര്യാദയ്ക്ക് റിയാക്ഷൻ ചെയ്യാമല്ലോ. ഞാനിട്ട വീഡിയോസിൽ എന്താ ഞാൻ കള്ളത്തരം പറഞ്ഞേ? അത് നീ കാണിച്ചാൽ ഞാൻ പറഞ്ഞ കള്ളത്തരം ഒന്ന് കാണിച്ച് നീ ചെയ്തിട്ടില്ല. വിജയുടെ അവീതം, ഇവൻ വിജയുടെ അവീതം എന്താ കൊണ്ടിട്ടെ? വിജയുടെ അവീതം എന്ന് പറയുന്നത് അത് ഒരു പൊതുവിഷയമാണ്, ഒരു പേഴ്സണൽ ഇഷ്യൂ ഇല്ലടാ അവരാതി മോനെ. ഞാൻ നീ വീഡിയോ ചെയ്തേ. അപ്പൊ ഇതുപോലുള്ള ആളുകൾക്ക് എനിക്ക് പറയാനുള്ളത്, ഇവൻ പറഞ്ഞേക്കുന്നത്, അതായത് നമ്മുടെയൊക്കെ വീഡിയോ കാണുന്ന ഈ പറഞ്ഞ 4 മില്യൺ ആൾക്കാർ വീഡിയോ കണ്ടതിന് ശേഷം ഏതാണ്ട് 3 ലക്ഷം 4 ലക്ഷം ആൾക്കാർ അത് ഷെയർ ചെയ്തേക്കും. ഇവൻ പറയുന്നത് നമ്മുടെയൊക്കെ വീഡിയോ കാണുകയും ഷെയർ ചെയ്യുകയും ചെയ്യുന്നത് മനോരോഗികളാണെന്ന് പറയുന്നത് കമന്റ് ഇടുന്ന ആൾക്കാർ. അദ്ദേഹം പറയുന്നത് ഇവന്റെ വ്യൂവേഴ്സ് മാത്രം മെച്ചപ്പെട്ടവർ. അതായത് ഇവൻ വിഭാവനം ചെയ്യുന്ന ഒരു ലോകം എന്ന് പറയുന്നത് ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പരിദൂഷണമോ കുശുമോ കുന്നായ്മ ഒന്നും പറയാത്ത ഒരു എന്താ പറയുക ഒരു ലോകം. അങ്ങനത്തെ അവിടെ ഒരു മിശികയാണ് പരമനാളി. എനിവേ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്താം. നിങ്ങളോട് അതെ, ഞാൻ ബാക്കിയൊക്കെ അങ്ങ് വെച്ച് തന്നതാണ്. മനസ്സിലായില്ലേ? പുള്ളിയുടെയൊക്കെ വൈഫിൻ്റെ ഒക്കെ ഫോട്ടോ ഒക്കെ തമ്മിലേയും വെച്ചിട്ട് അവരൊരു സോഷ്യൽ മീഡിയ പോലും വന്നിട്ടില്ല. അതൊക്കെ എടുത്ത് മൊത്തം നാറ്റിച്ചവനാണ് ഇപ്പോൾ ഈ സംസാരിക്കുന്നത്. മാനിനെ പോലെ ചമിഞ്ഞ് നിൽക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. എടേ, ഞാനൊരു കാര്യം പറയാം. കൂടെ എന്നിട്ട് സൈലൻ്റ് ആയിട്ട് എന്നിട്ട് പണിയുന്നവരെ ശ്രദ്ധിക്കണം, ഇതുപോലുള്ള മാന്യന്മാരെയൊക്കെ. അല്ലെങ്കിൽ ഇപ്പോൾ മാന്യന്മാരുടെ മുഖമാണ് ഇടിഞ്ഞു വീഴുന്നത്. ഞങ്ങളാരും പെർഫെക്റ്റോ കാര്യങ്ങളൊന്നും അല്ല. ഞങ്ങളിതൊക്കെ തന്നെ ഉള്ള പോലെ പറയും. അതത്രേ ഉള്ളൂ. കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. നിങ്ങൾക്ക് എന്താ തോന്നുന്നു വെച്ചാൽ കറക്റ്റായിട്ട് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ബൈ, ലവ് യു ഗൈസ്.